ശ്രീ കമാൽ പാഷ, സാർ, നമ്മൾ വലിയ വേദനയുണ്ട് മിഥുൻ്റെ കാര്യം പറയുമ്പോൾ. പക്ഷേ ആ വേദന കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഓരോ തവണയും നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്ത് പരിഹാരം ഇവിടെ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറയുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അന്വേഷണങ്ങൾക്ക്, റിപ്പോർട്ടുകൾക്കൊന്നും ഒരു കുറവുമില്ല. പക്ഷേ സാധാരണക്കാർ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽപ്പെട്ട് ഇതേപോലെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. കമാൽ പാഷ സാർ, ഈ മിഥുൻ്റെ സംഭവം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഗോപീഷൻ, ഇതിനകത്ത് യഥാർത്ഥത്തില് വളരെ ഒരു വ്യക്തമായിട്ടും ഉള്ള അനാസ്ഥ, അലംഭാവം, അതുപോലെ തന്നെ യഥാർത്ഥ ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് നമുക്ക് പറയാം. വളരെ ക്രിമിനൽ നെഗ്ലിജൻസ് തന്നെ ഈ ഭാഗത്ത്, അതായത് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ KSCBയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം ഈ ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നത് വളരെ അപകടം ചെയ്യും എന്ന് അറിയാൻ വയ്യാത്തത് KSCBക്ക് അറിയാൻ വയ്യാത്തതല്ലല്ലോ ഈ കാര്യം. അവര് ഇതുപോലെ ഈ വളരെ അടുത്ത്, അതായത് ഈ പറയുന്ന ഈ സൈക്കിൾ കീപ്പ് ചെയ്യാനായിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കി. അതിന് ഇതേപോലെ ഒരു അലൂമിനിയം റൂഫിങ് കൊടുത്തു. അതിനകത്ത് അവിടെ ആർക്കും പിള്ളേർക്കും അത്ര ഉയരം കുറവാണ്, അതുകൊണ്ട് വലിഞ്ഞു കയറാം. ഈ ഉയരം കുറഞ്ഞ ഈ ഷെഡായിട്ട് പോലും അതിന്റെ മുകളിൽ നിന്ന് വെറും 1.6 മീറ്റർ മാത്രമുള്ള ഉയരമാണ് ഈ ത്തിലൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. ഈ കുഞ്ഞ് ഇതിന്റെ മേളിൽ കയറി. കാരണം അവന് പിള്ളേരല്ലേ, അവര് കയറും ഇതൊക്കെ. കാരണം അവന് ചെരുപ്പെടുത്ത് എറിഞ്ഞു കളിച്ചപ്പോ ആ ചെരുപ്പ് ഇതിന്റെ മേളിൽ പോയി. അത് എടുക്കാനായിട്ട് പതുക്കെ അവിടുന്ന് ഒരു ചെറിയ ഉയരത്തിലാണ് കയറാൻ വളരെ എളുപ്പമാണ്. അതിന്റെ മേളിലോട്ട് കയറി കഴിഞ്ഞപ്പോ ഇവൻ അങ്ങനെ നടന്നു വന്നപ്പോ അവന്റെ കാൽ തെന്നിയപ്പോ വീഴാതെ പിടിച്ചത് ഈ കമ്പിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രത്തോളം വലിയ ഒരു നെഗ്ലിജൻസ്, അതായത് മനഃപൂർവ്വമുള്ള എന്ന് വേണം ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് പറയണം. ഇത്രയും വലിയ അശ്രദ്ധ കാണിക്കുക എന്ന് പറയുന്ന ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ആ സ്കൂൾ മാനേജ്മെന്റിന് അറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ പറയും സിസ്റ്റം ഫെയിലുവർ. എളുപ്പമുണ്ട് പറയാൻ. ഏതൊക്കെ സിസ്റ്റം അവിടെ ഫെയിലുവർ ആവുന്നേ? ആരോഗ്യ സിസ്റ്റം ഫെയിലുവർ ആവുന്നത് നമ്മൾ കണ്ടു. ഇനി ഇപ്പൊ താണ്ടെ ഇലക്ട്രിസിറ്റിയുടെ സിസ്റ്റം ഫെയിലുവർ ആവുന്നത് നമ്മൾ കണ്ടു. എഡ്യൂക്കേഷന്റെ സിസ്റ്റം ഫെയിലുവർ ആവുന്നത് കണ്ടു. ഇത് ഓരോന്നും ഗോപീഷൻ ചോദിച്ചതുപോലെ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ഓരോ ഫെയിലുവർ എന്ന് പറഞ്ഞു പോയാൽ മതിയോ? ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു പോയത് അത് കഷ്ടമാണ്. അത് കാണുമ്പോൾ നമുക്ക് അത്ര ഭയമാണ് ഇത് കാണുന്നത്. ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോവുക. അവര് നേരത്തെ ആ ബ്ലോക്ക് പഞ്ചായത്തിലെ ആള് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തില് ഇത് ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ ആക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമോ? ഇല്ലല്ലോ. ഇതേപോലെ ലൈൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ പോവാണ്. ഈ ലൈൻ ഒന്ന് പൊട്ടി വീണാൽ പോലും നമുക്ക് എന്തുമാത്രം ഇത് താഴ്ന്നു പോയി. ഒരുപാട് പഴക്കമുള്ള ലൈനാണ്. ഇതിങ്ങനെ ഹാങ് ആയിപ്പോയി. അതായത് അത് താഴ്ന്നു പോയി. അത് സാഗ് ചെയ്തു ആ ലൈൻ. ഈ സാഗ് ചെയ്യുന്ന ഇതുപോലുള്ള ലൈനൊക്കെ മാറ്റേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? KSCBയുടെ അല്ലേ? അവര് ഇഷ്ടം പോലെ പൈസ വാങ്ങുന്നല്ലേ. ഇപ്പൊ KSCB നമ്മുടെ ഇന്ന് വാങ്ങുന്ന ചാർജ് എന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ ഇലക്ട്രിസിറ്റി ചാർജ് ആണ് അവർ ഈടാക്കിയെടുക്കുന്നത്. അത് അവരുടെ ബില്ലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ ബില്ലിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു നീളത്തിലുള്ള ഒരു ബില്ല് വരും. അതിന് ഇത്ര പൈസ, ഇതിന് ഇത്ര പൈസ. മീറ്റർ, നമ്മൾ കാശ് കൊടുത്ത് വെക്കുന്ന മീറ്ററിന് നമ്മൾ വാടക കൊടുക്കണം. ആ രീതിയിലുള്ള ഉട്ടോപ്യൻ ഐഡിയ സാധനങ്ങളാണ് ഇത് മുഴുവൻ എഴുതി വെച്ച് ബില്ല് ഈടാക്കുന്നത്. കമാൽ പാഷ സാർ, ഇതേ KSCB ആണ് വളരെ ഉഷാറോടുകൂടി മറ്റേ പുതുപ്പാടിയിലെ യുവ കർഷകനായിരുന്ന അനീഷിന്റെ തോട്ടത്തിലെ വാഴകൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചത്. 4 ലക്ഷം രൂപ നഷ്ടമുണ്ടാക്കിയ സംഭവം സാറിന് ഓർമ്മയില്ലേ? എനിക്കറിയാം. ഇന്ന് തന്നെ നമ്മുടെ നോർത്തേൺ കേരളയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ കൃഷിയിടത്തില് ഈ ലൈൻ പൊട്ടി വീണു. ആ പൊട്ടി വീണത് അറിയാതെ അതിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ഒന്നും അറിയിച്ച ഇവർക്ക് ശമ്പളം വാങ്ങിക്കുക എന്നല്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് നേരെ ചൊവ്വേ ജോലി ചെയ്യണമെന്ന് യാതൊരു ആത്മാർത്ഥതയില്ല. കാരണം അവർക്ക് നല്ല സാലറി കിട്ടുന്നതാണ്. ആ സാലറിക്ക് വേണ്ടി എക്സ്ക്യൂസ് ചെയ്ത് പണം എടുക്കും. നേരത്തെ ഇത് പറഞ്ഞ മാതിരി ഒരു വാഴത്തോട്ടം മുഴുവൻ വെട്ടി നശിപ്പിച്ച് കേട്ടോ. അത് നമ്മൾ 4 ലക്ഷം അത്രയും നഷ്ടം ഉണ്ടാക്കിയതാണ് ഒരു കർഷകന്. അതൊക്കെ അവർക്ക് ചെയ്യാം. അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് ഇപ്പൊ നമുക്ക് നേരെയുള്ള കാര്യമായി ഇവർ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതേപോലെ ഈ ലൈൻ അഴിച്ചു മാറ്റി ഇത് നോക്കല്ലായിരുന്നു വേണ്ടത്. ആ 13 വയസ്സുകാരന്റെ ദാരുണ മരണം, അവന്റെ അമ്മ ഒരു നിവൃത്തിയില്ലാതെ
അവര് വിദേശത്ത് ജോലിക്ക് പോയതാണ്. ഇപ്പൊ തുർക്കിയിലെങ്ങാണ്ടാന്ന് പറയുന്നു. അവര് വിവരം അറിയിച്ചെന്ന് പറയുന്നു. ആ സ്ത്രീ അത്രയും വലിയ നിലവിളിയും കരച്ചിലുമായിട്ട് അവിടെ കിടക്കാണ്. അവര് തിരിച്ച് മറ്റന്നാളോ അങ്ങാണ്ട് തിരിച്ച് നാട്ടിലെത്തും. അപ്പോ അവരുടെ ആ കഷ്ടം, ആ അച്ഛന്റെ കണ്ണീര് നമ്മൾ കാണുന്നല്ലേ. അതുപോലെ ഒരു അനുജൻ, അവന് കരയാൻ പോലും അറിയാൻ വയ്യാതെ ഒരു 6ാം ക്ലാസ്സുകാരൻ അവിടെ ഇരിക്കുന്ന നമ്മൾ കാണുന്നില്ലേ. അവന്റെ അമ്മുമ്മ എന്തുമാത്രം സങ്കടപ്പെട്ട സ്ത്രീ. അവര് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയതാണ്. അവരുടെ വീടൊക്കെ കണ്ടില്ലേ ഈ സാഹചര്യമൊക്കെ. ഇതുപോലെ നമുക്ക് എന്തുമാത്രം സങ്കടം വരുന്ന കാര്യം ഉണ്ടായിരിക്കുന്നത്. വൻ അനാസ്ഥയല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ കാര്യം വരുമ്പോഴും ഇതുപോലെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് യഥാർത്ഥത്തില് അവിടുത്തെ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, ഇത് നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്യണമായിരുന്നു, ചൂണ്ടിക്കാണിക്കണമായിരുന്നു. അവരാരും ചെയ്തിട്ടില്ലല്ലോ. ഇനി ചൂണ്ടിക്കാണിച്ചാൽ മാനേജ്മെന്റ് ഇതിന് നടപടി എടുക്കണ്ടേ? അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇതിന് ഉത്തരവാദിയല്ലേ? എല്ലാം ഉത്തരവാദിയാണ്. അതിനവിടെ തുല്യ ഉത്തരവാദിത്വം KCBക്ക് അല്ലേ ഏറ്റവും വലിയ അനാസ്ഥ ഉണ്ടായത്. അപ്പൊ ഇവരൊക്കെ സമാധാനം പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കാലസ്ലി, അതായത് ക്രിമിനലി നെഗ്ലിജന്റ് എന്ന് നമ്മൾ പറയാവുന്ന അവസ്ഥ, ആ രീതിയിലേക്ക് പോയ ഒരു സംഭവമാണ്. നടപടി വേണം, നടപടി ഉണ്ടാകട്ടെ. കെമാൽ പാഷ സാർ, ഏതായാലും പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ ചട്ടപ്പടി നടക്കുന്നുണ്ട്. അതിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ വന്നതിന്.